പ്രിയമതേ, നിനക്കെന്താ അരുണിമയുടെ റൂമിൽ കാര്യം? അല്ലമ്മേ, ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് വെച്ചാ അത് എന്താ കാര്യം? എന്റെ കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം. ഞാൻ വരുമ്പോ പ്രിയമ്പത നിന്റെ റൂമിലുണ്ടായിരുന്നു. ആദ്യം അവളോട് ചോദിക്കും എന്ത് കാര്യത്തിന് ഇവിടെ കയറിയെന്ന്. പ്രിയമതേ, നിനക്കെന്താ എന്റെ റൂമിൽ കാര്യം? അതെ ചേച്ചി, ഞാൻ ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതാ. എന്നെ കാണാൻ വന്നു? എന്താ കാര്യം? ഒന്നുമില്ല ചേച്ചി, രാജേശ്വരി വിളിച്ച് കല്യാണത്തിന്റെ മുഹൂർത്തത്തെ കുറിച്ച് അന്വേഷിച്ചു. എന്താ എപ്പോഴാന്നൊക്കെ ചേച്ചിയോടൊന്ന് ഡിസ്കസ് ചെയ്യാന്ന് കരുതി. ഇവിടെ എന്ത് നടക്കണെങ്കിലും ചേച്ചിയോട് പറയണല്ലോ. ചേച്ചിയുടെ ആണല്ലോ അവസാനത്തെ തീരുമാനം. അതുകൊണ്ടാ ഒന്ന് കേറി പറയാന്ന് വെച്ച്. ഓ, അത് ശരി. ഒരു നല്ല ദിവസം നോക്കി നമുക്കൊരു ജോത്സ്യരെ വിളിപ്പിക്കാം. എന്നിട്ട് ഏറ്റവും അടുത്ത മുഹൂർത്തം തന്നെ കുറിപ്പിക്കുകയും ചെയ്യാം. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. എല്ലാം ഭംഗിയായിട്ട് നടക്കും. കല്യാണം ഒരു കുറവുമില്ലാതെ നടക്കും. ഓക്കെ? താങ്ക്സ് ചേച്ചി. എന്റെ ബലവും ധൈര്യവും എല്ലാം ചേച്ചിയാ. ഇനി അമ്മ പറ, എന്താ കാര്യം? അത് പിന്നെ മാണിക്യമംഗലത്ത് ആഞ്ജനേയ പാരായണം നടത്തുന്നുണ്ടത്രേ. നമ്മുടെ വീട്ടിലൊരു മംഗളകർമ്മം നടക്കാൻ പോവല്ലേ. ആഞ്ജനേയ പാരായണത്തിൽ പങ്കെടുക്കുന്നത് നമുക്ക് നല്ലതാ. ആയിക്കോട്ടമ്മേ, നമുക്ക് പോവാം. ശരി, വരും. ആ ഡ്യൂപ്ലിക്കേറ്റ് നെക്ലേസ് ഡസ്റ്റ്ബിനിൽ കിടക്കുന്നത് ആരെങ്കിലും കണ്ട അത് മതി ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവാൻ. ചേച്ചി, ചേച്ചി താഴേക്ക് പോയിക്കോ, ഞാൻ എന്റെ ഫോണിൽ നിന്ന് എടുത്തോണ്ട് വരാം. ശരി. പ്രിയമതേ, പെട്ടെന്ന് വാട്ടോ. ഓ, ഇതും കൈ വെച്ചോണ്ട് നടന്നിട്ട് എന്ത് പ്രയോജനം? ഒറിജിനൽ എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ ദൈവം എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? എപ്പോ ഇങ്ങോട്ട് കേറിയാലും ആരെങ്കിലും ഒരാൾ വന്നോളൂ. ഇത് മാറ്റി ഒറിജിനൽ എടുക്കാൻ ഇനി ഇന്ന് എന്തായാലും പറ്റുമെന്ന് തോന്നുന്നില്ല. മറ്റെപ്പോഴെങ്കിലും ശ്രമിക്കാം. പെട്ടെന്ന് വാട്ടോ. ഓ, ദേ വരുവാണ് ചേച്ചി. ഈ പെൺകുട്ടിയെ കാണുമ്പോ എനിക്ക് എന്റെ മേഘനമോളെ കാണുന്ന പോലെ തന്നെയുണ്ട്. മോളെ മേഘനന്ദേ, നീ ഇത്രയ്ക്ക് സ്മാർട്ടാണെങ്കിൽ നാളെ നീ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരും. മഞ്ജരി, എന്തുപറ്റി നിനക്ക്? എന്താ തലയെ കൈയും കൊടുത്തിരിക്കുന്നത്? എന്തൊരു ജീവിതം ആന്റി. ഇങ്ങനെ ഇവിടെ പറ്റിപ്പിടിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല ആന്റി. ഇപ്പൊ എന്താ ഉണ്ടായേ? വീട്ടിൽ വരുമ്പോ എന്നെ ഭ്രാന്താക്കാൻ ഈ മേഘനയുണ്ട്. ഓഫീസിലാണെങ്കിലോ അവിടെ ഒരു മേഘനന്ദ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ചെകുത്താനും കടലിനും നടുവിൽ അകപ്പെട്ട അവസ്ഥ എനിക്ക്. എന്തായാലും ഇന്ന് എങ്ങനെയെങ്കിലും ഓഫീസിൽ നിന്ന് ആ മേഘനന്ദയെ പറഞ്ഞു വിടാൻ ഞാൻ ശ്രമിച്ചതാ. ജോലിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ വരെ പ്ലാൻ ചെയ്തു. പക്ഷെ ഒന്നും നടന്നില്ല. എന്തുകൊണ്ട് നടന്നില്ല? വാ തുറന്നാ മതി. മിഥുൻ, മേഘനന്ദ സ്മാർട്ടാണ്, മേഘനന്ദ ടാലന്റഡ് ആണ്, അവള് നമ്മുടെ കമ്പനിക്ക് അമൂല്യമായ ഒരു അസറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അവളെ അങ്ങ് കൊമ്പത്ത് വെച്ചിരിക്കുക. അത് കേൾക്കുമ്പോഴെല്ലാം എന്റെ തലച്ചോറ് ഉപ്പിലിട്ടതുപോലെയാവും. മഞ്ജരി, നമ്മുടെ തലച്ചോറ് ഉപ്പിലിട്ടതുപോലെയാവും, അച്ചാറാക്കിയതുപോലെയാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ടെൻഷൻ ഇല്ലാണ്ട് കൂളായിട്ടിരുന്നാലേ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കിട്ടൂ. അതുകൊണ്ടേ മനസ്സ് എപ്പോഴും ഫ്രഷ് ആൻഡ് കൂളായി സൂക്ഷിക്കണം. നിങ്ങൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിരിക്കാന്ന് പറഞ്ഞു. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ തന്ന അഡ്രസ്സും വിവാഹമോചനത്തിന് ശേഷം നിങ്ങൾ താമസിക്കാൻ പോകുന്ന അഡ്രസ്സും രണ്ടും വ്യത്യസ്തമായിരിക്കുമല്ലോ. അതുകൊണ്ട് റിജക്ട് ചെയ്യേണ്ടി വന്നത്. മഞ്ജരി, ഇവക്കെന്തു പറ്റി? അവളുടെ ഏതോ ഒരു കപ്പല് മുങ്ങിപ്പോയതുപോലെ
അത്ര ദയനീയമായി നോക്കി നിൽക്കുന്നു. എന്തോ നടക്കാൻ പാടില്ലാത്തത് നടന്ന പോലെയാണല്ലോ അവളെ കണ്ടിട്ട് തോന്നുന്നത്. എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? വേറെ എന്ത് സംഭവിക്കാനാ? പാസ്പോർട്ട് റിജക്റ്റഡ് ആണെന്ന് മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവും. അത് ശരിയാ. അക്കാര്യം ഞാനങ്ങ് വിട്ടുപോയി. നീ പറഞ്ഞത് ശരിയാണ് മഞ്ജരി. അതുകൊണ്ട് തന്നെയാ ആരോടും പറയാൻ പറ്റാണ്ട് ഉള്ളിന്റെ ഉള്ളിൽ നേറിപ്പോകുന്നു. നമ്മൾ ഇങ്ങനൊരു അടി കൊടുക്കുമെന്ന് അവൾ ഊഹിച്ചിട്ട് പോലും ഉണ്ടാവില്ല. മേഘനെ, മിഥുൻ, എന്തു പറ്റിയടാ? ഒന്നുമില്ല മാം. മേഘനയുടെ സാരിത്തുമ്പിൽ തീ പിടിക്കാൻ പോവുമായിരുന്നു. അത് കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ പിടിച്ചു മാറ്റിയതാ. മേഘനെ, ഒരു കാര്യം നിനക്ക് ശ്രദ്ധയോടെ ചെയ്യാനായിട്ട് അറിയില്ലേ? അടുക്കളയിൽ നിൽക്കുമ്പോഴെങ്കിലും ഒന്ന് സൂക്ഷിച്ചൂടെ? അത് അമ്മേ, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. നോക്കണ്ടേ അതൊക്കെ? ചുറ്റും സംഭവിക്കുന്നതെല്ലാം അറിഞ്ഞിരിക്കണം. എന്ത് ചെയ്യാൻ പാടില്ലെന്ന് മനസ്സിലാക്കണം. ഇന്നിപ്പോ നിന്റെ സാരിക്ക് എങ്ങാനും തീ പിടിച്ചിരുന്നെങ്കിലോ എന്താവുമായിരുന്നു? നടക്കാൻ പാടില്ലാത്തത് വല്ലതും നടന്നാ അത് മതി നന്ദൻ കുടുംബത്തെ പോലീസ് പിടിച്ചോണ്ടുപോവാൻ. പോലീസുകാരും വക്കീലും എല്ലാം കൂടി വീട്ടിൽ കയറി വന്ന് നാനാവിധമാക്കിയനെ. നിങ്ങൾ എന്താ നിങ്ങളുടെ മരുമകളെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നോ? ഇത് ഗാർഹിക പീഡനമാണ് എന്നൊക്കെ പോലീസ് ചോദിക്കുന്ന ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം മുട്ടി നിന്നേനെ. കുറ്റവാളികളെ പോലെ പോലീസ് സ്റ്റേഷനും കോടതിയും കയറേണ്ടി വന്നേനെ. എന്താ നീ ഇതൊന്നും ചിന്തിക്കാത്തത്? നിനക്ക് എന്തു പറ്റിയാലും ഞങ്ങളാണ് കാരണമെന്ന് കോടതി വിധി എഴുതുമെന്ന് നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ? അവളുടെ ലക്ഷ്യം തന്നെ അതല്ല അരുണിമേച്ചി. നമ്മളെ എങ്ങനെങ്കിലും മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കാനും വെള്ളം കുടിപ്പിക്കാനുമാണ് അവളുടെ തീരുമാനം. എന്നാ മാത്രമേ ഇവിടുന്ന് പോകുമ്പോ അവൾക്ക് സമാധാനം ഉണ്ടാവൂ. ഓരോ ദിവസവും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ അവക്ക് ഉറക്കം വരില്ലല്ലോ. പോലീസുകാരുടെയും കോടതിയുടെയും സപ്പോർട്ട് ഉണ്ടെന്നുള്ള ബലത്തിലാ നമ്മളെല്ലാവരെയും ഇവളിങ്ങനെ വട്ട് തട്ടുന്നത് ആന്റി. അവക്ക് വല്ലതും പറ്റുമെന്നോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട അവസ്ഥയാ. പക്ഷെ അവള് നമുക്കിട്ട് ദിവസവും താങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ നോക്കിയേ, ഇതുപോലെ വല്ല ശബ്ദവും കേട്ടാ പെടഞ്ഞെഴുന്നേറ്റ് ഓടി വന്ന് നോക്കേണ്ട അവസ്ഥയാ. എന്തൊരു കഷ്ടാണിത്. നന്ദൻ കുടുംബത്തിലെ സർവരെയും തനിക്ക് ചുറ്റോട്ട് കറക്കാൻ അവളുടെ പ്ലാൻ. മഞ്ജരി, ഇവിടെ നടന്ന സംഭവമല്ല ഇപ്പൊ നീ മറ്റുള്ളവരുടെ മുന്നിൽ ചിത്രീകരിച്ച് കാണിക്കുന്നെ. ഇതിലിപ്പോ ഞാൻ പുതിയതായിട്ട് ചിത്രീകരിക്കാൻ എന്തുണ്ട് മേഘനെ? നീ തന്നെ പറ. നിനക്ക് വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ അരുണിവാനി പറഞ്ഞതുപോലെ ഇപ്പൊ തന്നെ പോലീസുകാരും ലോയേഴ്സും ഇവിടെ കയറി വന്ന് ഞങ്ങൾ എല്ലാവരും ചോദ്യം ചെയ്യാൻ തുടങ്ങിയേനെ. അവര് ചോദിക്കുന്ന വിഡ്ഢിത്തങ്ങൾക്കൊക്കെ
കുടുംബത്തിലെല്ലാവരും ഉത്തരം മുട്ടി നിൽക്കണം. പറ്റുമെങ്കിൽ കുറ്റവാളികളെ പോലെ ഞങ്ങളെ പിടിച്ചോണ്ട് പോവുകയും ചെയ്യും. അതൊക്കെ വിടും മഞ്ജരി, അത്രയ്ക്കൊന്നും ഇവിടെ നടന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഇതൊന്നും അത്ര നിസ്സാരായിട്ട് കാണാൻ പറ്റുന്ന കാര്യമല്ല. അവളുടെ തലയിലോട്ട് കേറും വിധം തറപ്പിച്ചു പറഞ്ഞാൽ ഇനി അത് അവൾ ആവർത്തിക്കാതിരിക്കും. എന്നാലും എന്താ മേഘന ഇതൊക്കെ? നീ നല്ല ഉത്തരവാദിത്വമുള്ള പെണ്ണാന്നാ ഞാൻ കരുതിയേ. അടുക്കള കയറുമ്പോ ഇത്രയ്ക്കങ്ങ് അശ്രദ്ധ കാണിച്ചാൽ എങ്ങനാ? ഇതിനോടകം ഈ വീട്ടില് നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായിരിക്കുന്നെന്നറിയാലോ. ഇനിയെങ്കിലും പുതുതായിട്ടൊന്നും ഉണ്ടാക്കാതെ നോക്ക്. അമ്മേ, ദേവി ഇത് ഇവിടം കൊണ്ടൊന്ന് അവസാനിപ്പിക്കേ. വഴക്ക് പറയുന്നതിന് ഒരു കാരണമൊക്കെ വേണം. ഇതിപ്പോ അവളെ ഇട്ട് മനഃപൂർവ്വം വറുത്തെടുക്കുകയാണല്ലോ. ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു ചർച്ച വേണ്ട. എന്നാലും മേഘനയുടെ മനസ്സ് ഇവിടെ ഇല്ലാതായതിന്റെ കാരണം എന്താണാവോ? അത് ശരിയാണല്ലോ. ഞാനും അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവള് മറ്റേതോ ലോകത്താ. സ്വയം എന്തോ പിറുപിറുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും വിഷമം ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ അതെങ്കിലും ചോദിച്ചു നോക്ക്. അവര് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നിന്റെ മനസ്സിൽ വല്ലതുണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറഞ്ഞൂടെ? ഇനി എന്തു പ്രശ്നമാണെങ്കിലും പരിഹരിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാലോ. പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് മറ്റു വഴികൾ നോക്കാം. അങ്ങനെയൊന്നും ഇല്ല അമ്മേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം. മേഘനെ, എന്താ നിനക്ക് പറ്റിയത്? നിന്റെ മനസ്സിൽ എന്താന്ന് പറ. എന്റെ മനസ്സിലൊന്നും ഇല്ല ഏട്ടാ. നോക്ക്, ഈ വീട്ടിൽ നിനക്ക് ആശ്രയിക്കാനോ നിന്നെക്കുറിച്ച് ചിന്തിക്കാനോ ആരുമില്ലെന്ന് കരുതണ്ട. നീ പറയുന്നത് എന്തും കേൾക്കാനും നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ഇവിടെ എല്ലാവരും ഉണ്ടെന്ന് കരുതിക്കോ. മനസ്സിലായോ? ഗുഡ് നൈറ്റ്. ഹലോ, നിങ്ങൾ എനിക്ക് അയച്ചു തന്ന ഡീറ്റെയിൽസ് ഒക്കെ കണ്ടായിരുന്നു. ആ ലാൻഡിന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഒന്ന് പെട്ടെന്ന് അയച്ചതാ. ഈ ശൈലജയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? എപ്പോഴും എന്നെ വെറുതെ നിന്നെ വിളിച്ചോണ്ടിരിക്കുന്നേ. അതുപോലെ ആ ലാൻഡിന്റെ ഫൈനൽ കൊട്ടേഷൻ എന്താണെന്ന് ഒന്നുകൂടെ ചോദിച്ചറിയിക്കണേ. മിഥുനേട്ടൻ അത് പർട്ടിക്കുലറായിട്ട് ചോദിച്ചറിയിക്കാൻ പറഞ്ഞിരുന്നേ. ഈശ്വര, ഇവൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഏതു നേരം എന്റെ പുറകെ തന്നെയാണല്ലോ. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അയക്കേ. ഓക്കെ ഓക്കെ, ബൈ. ഈ പെണ്ണിനൊരു കോമൺ സെൻസും ഇല്ലല്ലോ. ഫോൺ എടുക്കുന്നില്ലെങ്കിൽ വെറുതെ വിട്ടൂടെ? എന്നെ എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? എന്റെ അവളുടെ കല്യാണം നടത്താനിരിക്കല്ലേ മോ. എന്റെ മനസ്സിലാണെങ്കിൽ ആകമാനം ഇപ്പൊ ചാരു നിറഞ്ഞിരിക്കുക. പക്ഷെ അവളിൽ നിന്നാണെങ്കിൽ ഒരു റെസ്പോൺസ് പോലും എനിക്ക് കിട്ടുന്നുമില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാരോട് ഒന്ന് തെളിച്ച് പറയാനും പറ്റുന്നില്ല. എനിക്കൊരു അവസാന തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ചാരുവിനോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചേ പറ്റൂ. അതിനൊരു അവസരം പോലും ചാരു എനിക്ക് തരുന്നുമില്ലല്ലോ.
വിവേക് എന്തിനാ ഇപ്പൊ എനിക്ക് ഫോൺ ചെയ്യുന്നേ? ഇയാൾക്ക് ഫോൺ ചെയ്യാനും സംസാരിക്കാനും വീട്ടുകാരെല്ലാരും കൂടി ചേർന്ന് ഉറപ്പിച്ച ഒരു പെണ്ണുണ്ടല്ലോ. ചാരു, പ്ലീസ് ലിഫ്റ്റ് ദ കോൾ. പ്ലീസ് ലിഫ്റ്റ് ദ കോൾ ചാരു. ഒരു 10 മിനിറ്റ് ഒന്ന് സംസാരിച്ചാൽ മതി. പ്ലീസ് ലിഫ്റ്റ് ദ കോൾ ചാരു. നിന്നോടൊരു 10 മിനിറ്റ് മാത്രം സംസാരിച്ചാൽ മതി. നിന്നോട് സംസാരിക്കേണ്ട അത്യാവശ്യമൊന്നും എനിക്കില്ല. ചാരു എന്തിനാ എന്നെ ഇത്ര അധികം വെറുക്കുന്നത്? എന്റെ മനസ്സിലുള്ളത് അവളോട് തുറന്നു പറയാന്ന് വിചാരിക്കുമ്പോഴൊക്കെ എപ്പോഴും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നാളെ എന്തു വന്നാലും ശരി, അവളെ നേരിട്ട് കണ്ട് എല്ലാം തന്നെ എനിക്ക് തുറന്നു പറയണം. ആഹാ, നേരം വെളുക്കുമ്പോൾ മരുമോള് പൂജ ചെയ്യുന്നത് ആഹാ, വീടിനൊരു പ്രത്യേക ഐശ്വര്യം തന്നെയാണ്. അച്ഛമ്മേ, നിർത്ത് മേഘനെ. ഒരു കാര്യം പറഞ്ഞേക്കാം, പുണ്യം കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഈ വീട്ടിൽ ഏതു നേരം പൂജ നടത്തിക്കോ. അതിലുപരി ഇങ്ങനെ പൊട്ടുവെച്ച് വിളക്കും കാണിച്ച് നിന്റെ പുണ്യത്തില് ഞങ്ങളെ ആരും പങ്കാളികളാക്കേണ്ട കാര്യമില്ല. എന്റെ പൂജയുടെ ബലത്തിന് വേണ്ടി മറ്റാരും പങ്കെടുത്തില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല മഞ്ജരി. പക്ഷെ എന്റെ ഭർത്താവിന് അതിൽ പങ്കുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കയറി വന്ന് നീ പ്രശ്നം ഉണ്ടാക്കുന്നതല്ലേ മോശം കാര്യം. 4 ദിവസം കഴിഞ്ഞ് ഇറങ്ങി പോവേണ്ടവളാ. ഇപ്പോഴും എന്റെ ഭർത്താവാണേ, എന്റെ അമ്മായച്ചനാണേ, അമ്മായിയമ്മയാണേ എന്ന് പറഞ്ഞ് എന്തിനടി മോങ്ങുന്നേ? ഈ വീട്ടിലെ മരുമകളാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും, പക്ഷെ ഇവിടെ മറ്റാർക്കും അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല. മിഥുന്റെ ഭാര്യയാണെന്ന് നീയായിട്ട് ഫീൽ ചെയ്ത് രോമാഞ്ചം കൊള്ളുന്നുണ്ടാവും, പക്ഷെ മിഥുന്റെ മനസ്സിലും നിന്നെ ഒരു ഭാര്യയായിട്ട് അവൻ അംഗീകരിച്ചിട്ടില്ല. മഞ്ജരി, ഈ ചെറിയ കാര്യത്തിന് എന്തിനാ ഇത്രയും വലിയ വാക്കുകൾ പറയുന്നു? വീട്ടിൽ നടക്കുന്ന പൂജയും അവളുടെ അവസ്ഥയും തമ്മിൽ എന്തിനാ കൂട്ടിക്കുഴയ്ക്കുന്നേ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? മഞ്ജരി, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദയവേത് നീ നിന്റെ പണി നോക്കിപ്പോ. അതല്ല ആന്റി. മിണ്ടരുതെന്ന് പറഞ്ഞില്ലേ? മേഘനെ, നീ ഗുരു തൊട്ടോ, ആരും ഒന്നും പറയില്ല.
മാഡം പോസ്റ്റ്. പാസ്പോർട്ട് ആണച്ചാ. ഓ, അപ്പൊ പാസ്പോർട്ട് കിട്ടിയല്ലേ? ഇനി ഫോറിൻ ട്രിപ്പിന് തയ്യാറായിക്കോ. ഇതെന്താ മഞ്ജരി, നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ പാസ്പോർട്ട് എങ്ങനെ അവളുടെ കയ്യിലെത്തി? എനിക്കും അതാ ആന്റി പിടികിട്ടാത്തത്. മേഘനെ, ആ പാസ്പോർട്ടും കാണിച്ചേ. എന്റെ പാസ്പോർട്ടിലുള്ളത് കുസുമകുമാരി മേഘനന്ദ എന്ന. മിഥുനേട്ടൻ ഇത് കാണില്ലേ? ഞാനും ഓഫീസിലെ മേഘനന്ദയും ഒരാളാണെന്ന് എല്ലാവരും ഇപ്പൊ മനസ്സിലാക്കും. ഇവൻ ഇപ്പൊ തന്നെ ആ പാസ്പോർട്ട് കണ്ടേ അടങ്ങുള്ളൂ എന്നാണല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? നീ എന്തെങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ? ആ പാസ്പോർട്ട് നോക്കട്ടെ. ആ മിഥുൻ, വേണ്ടേ ഞാൻ നോക്കട്ടെ. മേഘന, കൊള്ളാലോ. അങ്ങനെ പാസ്പോർട്ടും കിട്ടി. ഇനിയിപ്പോ എന്തായാലും വിസയുടെ കാര്യം കൂടി നോക്കിയാൽ മതിയല്ലോ. അതോടെ എല്ലാം കംപ്ലീറ്റ്. മോളെ മേഘനെ, നീ ഈ പാസ്പോർട്ട് കൊണ്ടുപോയി പൂജാമുറിയിൽ വിഘ്നേശ്വരന്റെ അടുത്ത് വെച്ച് നല്ലത് നടക്കണേന്ന് പ്രാർത്ഥിക്കാം. ചെല്ലുമോളെ. നമ്മൾ എന്തൊരു വിഡ്ഢികളാ. പോലീസിനെ കാശ് കൊടുത്ത് ഏർപ്പാടാക്കി പാസ്പോർട്ട് റിജക്ട് ചെയ്യിച്ചു എന്ന് ആഘോഷിക്കുകയല്ലായിരുന്നോ? ഒടുവിലിതേ പാസ്പോർട്ട് നേരെ വീട്ടിലെത്തി. ആ മേഘനയ്ക്ക് എന്തൊരു ഭാഗ്യോ ഇത്. നമ്മൾ ആ പോലീസിനെ ചട്ടം കിട്ടിയതല്ലായിരുന്നോ? പിന്നെന്താ ഇത് ഇങ്ങനെയായേ? ആ SI റിപ്പോർട്ട് കൊടുത്തതാ. പാസ്പോർട്ട് റിജക്റ്റഡ് ആണെന്നുള്ള മെസ്സേജ് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ എന്നിട്ടെങ്ങനെയാ അവൾക്ക് ഈ പാസ്പോർട്ട് കിട്ടിയേ? നമുക്ക് തമ്മി നോക്കിക്കൊണ്ട് എന്ത് പറ്റിന്ന് ചോദിച്ചുകൊണ്ടിരിക്കാം. അല്ലാതെ നടക്കുന്നതൊന്നും നമുക്ക് നിർത്താൻ പറ്റില്ല. ആദ്യം നീ ആ SIക്ക് ഫോൺ ചെയ്ത് എന്താ പറ്റിയെന്ന് ചോദിക്കും. ഫോൺ എടുക്കുന്നില്ലല്ലോ ആന്റി. എടുക്കുന്നവരെ ഒന്ന് ട്രൈ ചെയ്യും മഞ്ജരി.
രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ടിറങ്ങി. എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു, എന്തൊക്കെ പ്ലാൻ ചെയ്തു. നീ എന്തായി പറയുന്നത്? നിന്റെ പാസ്പോർട്ട് റിജക്ട് ചെയ്യാൻ ഞങ്ങൾ എന്ത് ചെയ്തു? കണ്ണുകളിൽ കോപാഗ്നിയും വാക്കുകളിൽ ഗാംഭീര്യവും വരുത്തിയത് കൊണ്ട് മാത്രം സത്യം മിഥ്യയാവുന്നില്ല മഞ്ജരി.